അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ് അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഅല്ലിമീന അൽ ഫായിസീന അൽ മുഖറബീൻ. മഹില്ലി 3-ാം വാള്യം 44-ാം പേജ്. വലു വജദൽ മുസ്തിരി, ഷഫീൽ രണ്ട് ശരീക്കന്മാരുടെ കൂറായ വസ്തുവിനെ ആരാണോ വാങ്ങിയത് ആ വാങ്ങിയ ആൾ എത്തിച്ചു ബിഷിക്സി, അവൻ വാങ്ങിയതായിരിക്കുന്ന ഷിക്സിൽ പറഞ്ഞാൽ ഒരു ശരീക്കിനേക്കുള്ള വിഹിതം. രണ്ട് ശരീക്കന്മാരോട് കൂടുതലുള്ള സാധനമാണ് എന്ന് ഒരാളെ ഷിക്സ വാങ്ങിയത്, ഒരാളെ വിഹിതം വാങ്ങി. ആ വാങ്ങിയതായിരിക്കുന്ന വസ്തുവിൽ മുസ്തിരി എത്തിച്ചാൽ ഐവൻ എന്തെങ്കിലും ഒരു ന്യൂനതനെ എത്തിച്ചു. വാറാത, അതിനെ തുടർന്ന് ഈ മുസ്തിരി ഉദ്ദേശിക്കുകയും ചെയ്തു റദ്ദഹു, ആ ഷിക്സിനെ തിരിച്ച് ആ വിറ്റതായിരിക്കുന്ന ശരീക്കിനേക്ക് തന്നെ കൊടുക്കണം, പിന്നെ ഈ അവിൻ്റെ അടിസ്ഥാനത്തിൽ മടക്കി കൊടുത്തതിൻ്റെ പൈസ വാങ്ങണം എന്ന് മുസ്തിരി ഉദ്ദേശിച്ചു. വാറാത ഷെഫിയു, ആ മറ്റേ ഷെഫി ഉണ്ടല്ലോ, മറ്റേ ശരീക്ക്, ആ ശരീക്ക് ആയ ശുഫത്ത് കൊണ്ട് പിടിക്കാൻ അവകാശമുള്ളതായിരിക്കുന്ന ശരീക്ക് ഉദ്ദേശിച്ചു അഹ്ദഹു, മുസ്തിരിൻ്റെക്ക് നിങ്ങൾ പിടിക്കണം, കാരണം ഒരാൾക്ക് മുസ്തിരിക്ക് ഇതിൻ്റെ പൈസ കൊടുത്ത് വാങ്ങാമല്ലോ. വയറല്ല, എന്നിട്ട് ഈ ഷഫി തൃപ്തിപ്പെടാനും ഉദ്ദേശിച്ചു ബിൽ ഐബി, ആ ഷിക്സിലുള്ളതായിരിക്കുന്ന ഐബുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ എടുത്തോളാം എന്നും ഉദ്ദേശിച്ചാൽ ഫൽ അദ്ഹറു, അവിടെ ഷാഫിയാവിൻ്റെ കൗലിൽ നിന്ന് അദ്ഹറായ കൗലാകുന്നത് ഇജാബത്തു ഷഫീ, അവിടെ ഷഫീനക്ക് ഉത്തരം ചെയ്യുന്നതാണ്. ചവനക്ക് ആ ഐബ് നിർബന്ധിപ്പെട്ടുകൊണ്ട് ആ ഷിക്സിനങ്ങ് പിടിക്കുക. ഹത്താലായ ബുത്തുല ഹക്കു, എന്താ അവന് ഉത്തരം ചെയ്യാൻ കാരണം? ആ ഷഫീനക്കുള്ളതായിരിക്കുന്ന അവകാശം നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി. എന്താ അവൻ്റെ അവകാശം? പിന്നെ ഷുഫത്ത് കൊണ്ട് പിടിക്കുക എന്നുള്ള അവകാശം നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി അവനക്ക് ഉത്തരം ചെയ്യുന്ന. വസാനി എന്ന അദ്ഹറിൻ്റെ മുക്കാബിലയാകുന്നത് രണ്ടാം കൗല് ഇജാബത്തുൽ മുസ്തിരി, അല്ല മുസ്തിരിക്ക് ഉത്തരം ചെയ്യാൻ ഓൻ മടക്കി കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. വൈന്നമായി യഹുദു ഷഫിയു, പിന്നെ മറ്റേ സാനിക്ക് അവർക്ക് ഇത് മറുപടി അറിയാം. ഈ ഷഫി പിടിക്കൽ ഇതസ്തക്കറലാക്കുന്നു, അക്കത് സ്ഥിരപ്പെടുകയും സലിമാനെ റദ്ദി, ആ അക്കത് മടക്കി കൊടുക്കലത്തോട് രക്ഷപ്പെടുകയും ചെയ്തെങ്കിലല്ലേ. ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ, ഇവിടെ മടക്കി കൊടുക്കല്ലേ, അതുകൊണ്ട് മുസ്തിരിക്കാണ് ഉത്തരം ചെയ്യേണ്ടതെന്ന് സാനിയും. പല വിസ്തറസ്നാനി, പിന്നെ അവർ നമ്മൾ ഇന്നലെ പറഞ്ഞു ഷുഫത്ത് കൊണ്ട് പിടിക്കണമെങ്കിൽ ഭീമാ മിൽക്കൻ ലാസി മുത്താഹിറൻ മിൽക്കി ഷഫി, ഷഫീൻ്റെ മിൽക്കിനെ തൊട്ട് പിന്തിയതാകണമെന്ന് പറഞ്ഞു. അതിൻ്റെ മുദ്രസ് പറയാൻ പല വിസ്തറസ്നാനി, രണ്ടാൾ കൂടി വിലക്ക് വാങ്ങിയാൽ ധാറൻ ഒരു വീടിനെയോ ഔ ബാലഹോ അല്ലെങ്കിൽ ഒരു ബാലഹ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ അല്പത്തിനെയോ രണ്ടാൾ കൂടി വാങ്ങി. ഫലാ ഷുഫത്തലി അഹദീമ, അവിടെ ഈ രണ്ട് ഇസ്നായിൽ നിന്നുള്ള ഒരാൾക്ക് ഷുഫത്ത് കൊണ്ട് പിടിക്കാനുള്ള അവകാശമില്ല. അല്ലാഹി മറ്റാളെ മേൽക്കാരായിട്ട് വെച്ചാൽ രണ്ടാൾ കൂടി വാങ്ങിയാണല്ലോ, മറ്റോൻ്റെ പകുതി വിനങ്ങ് എടുത്താൽ അതിൻ്റെ പൈസ കൊടുത്തിട്ട് പറ്റൂല. എന്താ കാരണം? ഈ ഹുസ്നുൽ മിൽക്കിൽ ഹുമ, ഇവിടെ ഈ ഇസ്നാനിയാകുന്ന രണ്ട് ശരീക്കന്മാർ കൂടി ഈ വീടിൻ്റെ അകത്തോ അല്ലെ വേറെ വീടിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന മിൽക്ക് കരസ്ഥമായത് ഫീ വക്തിൻ വാഹിദിൻ, ഒരേ വക്തിലാണ്. അപ്പോൾ ഷുഫത്ത് കൊണ്ട് പിടിക്കണമെങ്കിൽ ഷർത്താണ്, പിന്നെ ഷുഫത്ത് കൊണ്ട് പിടിക്കുന്ന ആൾക്കുള്ളതായിരിക്കുന്ന മിൽക്ക് ഷുഫത്ത് കൊണ്ട് പിടിക്കുന്ന ആളുടെ മിൽക്കിനെ തൊട്ട് പിന്തിയതാക്കണം, അവിടെ ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ള. ഇനി പറയാം വലുക്കാനിൽ മുസ്തിരി, ഇനി ശരീക്കിൽ നിന്ന് വാങ്ങിയതായിരിക്കുന്ന ആൾക്ക് ഉണ്ടായി ഷിർക്കുൻ, ഒരു കൂറുണ്ട്, ഒരു വിഹിതം ഉണ്ടായാൽ ബി കസ്രി ഷീന് കസ്റ് കൊണ്ട് അവിടെ വായിക്കേണ്ടത് ഷിർക്ക് എന്ന്, അതിൻ്റെ അർത്ഥം നസീബ് എന്ന്. ഒരു വിഹിതം ഉണ്ടായി. എന്ത് വിഹിതം ഉണ്ടായി? ഫിൽ അർളി, ഈ വാങ്ങിയതായിരിക്കുന്ന ആ ഭൂമിയിൽ ഒരു വിഹിതം അവനൊക്കെ ഉണ്ടായി. എങ്ങനെയാണ് മുസ്തിരിക്ക് ഈ വാങ്ങുന്ന ഭൂമിയിൽ ഒരു വിഹിതം ഉണ്ടാകുന്നതിൻ്റെ രൂപം? അത് കാങ്കാനത്ത് ഈ ഭൂമിയാകും പോലെ പൈന സലാഹത്തിൻ, മൂന്നാളുകളുടെ ഇടയിൽ അസലാഹൻ സുൽസുകളായിരുന്നു. മൂന്നാളും കൂടി അന്തരം കിട്ടിയതാണ് വാപ്പൻ്റെ സ്വത്ത്. അല്ല വാപ്പൻ്റെ അന്തരമല്ല, അല്ലെങ്കിൽ മൂന്നാളും കൂടി വിലക്കോ ഏപത്തോ ഒക്കെ സ്വീകരിച്ചായിരുന്നു. ഓരോരുത്തർക്കും തുല്യാവകാശമാണ്, എല്ലാവർക്കും സുലുസാണുള്ളത്. അതിൽ ഫബാഹദുഹും, ഈ മൂന്ന് ശരീക്കന്മാരെന്നുള്ളതായിരിക്കുന്ന ഒരു ശരീക്ക് വിറ്റു നസീബു, അവൻ്റെ നസീബു, അവനക്ക് സുലുസല്ല ഉണ്ടാകുക, ആ സുലുസിനെ അവൻ വിറ്റു ലിഹാദി സ്വാഹിബൈ, അവൻ്റെ രണ്ട് കൂട്ടുകാരെന്നുള്ളത് ഒരുത്തനക്ക് വിറ്റു. എന്നാൽ ഫല്ലസഹു, അവിടെ പ്രബലമായിരിക്കുന്ന അഭിപ്രായമാവുന്നത് അന്ന ശരീക്ക, നിശ്ചയമായിട്ടും ഈ ശരീക്ക് അഥവാ വിൽക്കാത്ത ആൾ, രണ്ട് ശരീക്ക്, ഒരു ശരീക്ക് വിറ്റിക്കല്ലേ, അന്ന ശരീക്ക, നിശ്ചയമായിട്ടും ഈ ശരീക്ക് ലാ യഖുദു, ഓനക്ക് എടുക്കാൻ പറ്റൂല എന്നാണ് കുല്ലൽ മബീ, ആ വിൽക്കപ്പെട്ടതിൻ്റെ കുല്ലും എടുക്കാൻ പറ്റൂല.
ബല്ലെങ്കിലും കുല്ലു എടുക്കാൻ പറ്റില്ലെങ്കിൽ യഹുദു ആ ശരീക്കിനേക്കാൾ എടുക്കാൻ പറ്റിയ ഹിസ്സത്തുഹു ആ ശരീക്കിൻ്റെ വിഹിതം മാത്രമാണ്. വഹിയ ഓൻ്റെ ഹിസ്സ ഓൻ്റെ വിഹിതമാകുന്ന ഫീമാതുക്കര ഈ പറയപ്പെട്ടെടുത്ത്, അഥവാ മൂന്നാളുടെയിൽ ഒരു വീട് അസലാസായി, മൂന്നാളും കൂടി ഒരു വീട് തുല്യമായ നിലക്ക് എടുത്തു, അങ്ങനത്തെ എടുത്ത് ഒരാൾക്കുള്ള വിഹിതമാകുന്ന സുദുസാണ്. കാരണം മൂന്ന് ആൾ കൂടി എടുക്കുമ്പോൾ ഓരോരുത്തർക്കും സുരുസല്ലേ. അതിൽ ഓൻ്റെ പിന്നെ ഒരു ശരീക്ക് വിൽക്കുമ്പോൾ ആ ശരീക്കിൻ്റെ വീതം രണ്ടാക്കുണ്ട്. പൗതി ഒരു ശരീക്കിനും മറ്റേ പൗതി വേറൊരു ശരീക്കിനുമാണ്. അപ്പോൾ ഈ സുദുസിനെ രണ്ടോരി വെക്കുമ്പോൾ ഓരോരി സുദുസല്ലേ ഉണ്ടാകുക, 6-1 അത്രേ എടുക്കാൻ പറ്റുള്ളൂ എന്നാ. പസ്താനി എന്നാൽ അസുഹിൻ്റെ മുക്കാബിലായിരിക്കുന്ന വജി യഹുദു ഈ ശരീക്കിനേക്ക് എടുക്കാമെന്നാണ്. കുല്ലൽ മബി കംപ്ലീറ്റ് എടുക്കാമെന്നാണ്. വല ഹക്കഫി അവിടെ യാതൊരു അവകാശവും മുസ്തരി ഈ വാങ്ങിയതായിരിക്കുന്ന ശരീക്കിനേക്ക്. അന്തേ താനിക്കാൻ അങ്ങനെ പറയാൻ കാരണം എന്നെ ഷുഫത്ത് നിശ്ചയമായിട്ടും ഷുഫത്ത് എന്നുള്ള അധികാരം തുസ്തഹക്കുവിന് അവകാശമാക്കപ്പെടുക മുസ്തരി അത് വാങ്ങിയ ആളെ മേലാണ്. ഓനക്ക് കേടായിട്ടാണ് ഷുഫത്തിനെ അവകാശമാക്കൽ. ഫലാസ്തഹിക്കുഹ അപ്പോൾ ആ മുസ്തിരി തന്നെ ഷുഫത്തിനെ അവകാശമാക്കൂല. നഫ്സിഹി മുസ്തിരിൻ്റെ സ്വന്തം നഫ്സിൻ്റെ മേൽ തന്നെ എടുക്കാന്നുള്ളത് ഉണ്ടാവില്ല എന്നാണ് സാനി ന്യായം. വല്ലവരു അതിന് അവരാർ മറുപടി എന്നോണം പറഞ്ഞു. കാലോർ പറഞ്ഞു ലാ ഷുഫത്ത് ഫി ഹിസ്സത്തിൽ മുസ്തരി, ഈ മുസ്തരിൻ്റെ ഹിസ്സത്തിൽ എല്ലാ ഷുഫത്തുള്ളത്, അതിൽ ഷുഫത്തില്ല. ഫമിൽക്കു അപ്പം മുസ്തരിൻ്റെ മിൽക്ക് മുസ്തക്കിറുൻ അലിഹ, മുസ്തക്കിറുൻ അത് നിലകൃതിയായതാണ് അലിഹ ആ മുസ്തരിയുടെ ഹിസ്സൻ്റെ മേലെ. അങ്ങനെ നിലകൃതിയായത് ബിഷറായി മറ്റേ ആളെ വാങ്ങിയ കാരണം കൊണ്ട് കിട്ടിയാണ്, അതാണ് ഷുഫത്ത് കൊണ്ട് പിടിച്ചതല്ല. ഷുഫത്ത് കൊണ്ട് പിടിക്കുകയാണെങ്കിലല്ലേ നിങ്ങളെ പറഞ്ഞ കാര്യം നടക്കുള്ളൂ എന്നർത്ഥം. ഇനിയാണ് വലാ ഇസ്തർത്തു ഷർത്താക്കപ്പെടൂല ഫി തമല്ലുക്ക് ബി ഷുഫത്തി, ഷുഫത്ത് കൊണ്ട് ഉടമയാക്കുന്ന വിഷയത്തിൽ നിബന്ധനയാക്കപ്പെടൂല. ഹുക്മു ഹാക്കിമിന് ഏതെങ്കിലും ഒരു കാലിയാരി വിധിക്കണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ വലാ ഇഹ്ലാറു സമനി വില ഹാദറാക്കലും ഷർത്തില്ല. വലാ ഹുദൂറുൽ മുസ്തരി വാങ്ങുന്ന ആൾ സദസ്സിൽ ഹാദറാകലും ഷർത്തില്ല. വലാ റിളാവു മുസ്തരിൻ്റെ തൃപ്തിയും ഷർത്തില്ല. ബൽ യൂജദു തമല്ലുക്കു അപ്പം ഇത് മൂന്നും ഷർത്തില്ലെങ്കിലും ഹാക്കിമിൻ്റെ വിധിക്ക് ഈ 4 കാര്യവും ഷർത്തില്ലെങ്കിലും ബല്ലെങ്കിലും യൂജദു തമല്ലുക്കു ബിഹ ഷുഫത്ത് കൊണ്ട് ഉടമയാക്കുക എന്നുള്ളതിനെ എത്തിക്കപ്പെടും. മാ കുല്ലി മിമ്മാ ദുക്കിറ ഈ 4ൽപ്പെട്ട ഓരോന്നും ഉള്ളപ്പോഴും അമ്മാ ഹൈരിഹി ഈ 4ൽപ്പെട്ടതായിരിക്കുന്ന ഓരോന്നിൻ്റെ ഹൈറിൻ്റെ കൂടെയും വരും. അതിൽ പറഞ്ഞാൽ ഒന്നാമത്തേടത്ത് ഹാക്കിമി വിധിച്ചിട്ടില്ല, അല്ലെങ്കിൽ രണ്ടാമത്തേടത്ത് സമന്നെ ഹാജറാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മുസ്തരി ഹാജറായിട്ടില്ല, അല്ലെങ്കിൽ മുസ്തരി ഹാജറാണ് ചങ്ങായിക്ക് തൃപ്തിയില്ല മറ്റേ ശരിയൊക്കെ പിടിക്കുന്നത്, അവിടെയും വരും. കമാസിയത്ത് ഷാമത്തിൽ തന്നെ പിന്നീട് വരുന്ന പോലെ. അപ്പോൾ ഇസ്തർത്തു ഷർത്താക്കപ്പെടും ലഫ്ലുമിന ഷഫി ഷുഫത്ത് കൊണ്ട് പിടിക്കുമ്പോൾ ഷുഫത്ത് കൊണ്ട് പിടിക്കുന്നതായിരിക്കുന്ന ശരിക്കുന്ന വാചകം ഉണ്ടാകണം, മനസ്സിലിങ്ങനെ കരുതിയാൽ പോരാ. അങ്ങനെ തമല്ലുക്കാക്കുന്ന വാചകത്തിൻ്റെ ഉദാഹരണമാകുന്നത് തമല്ലക്തു അല്ലെങ്കിൽ അഹൽത്തു ബി ഷുഫത്തി, ഷുഫത്തിൽ രണ്ടും ബന്ധിച്ചാണ്. ഒന്നുകിൽ തമല്ലക്തു ബി ഷുഫത്തി എന്ന് പറയുക, അല്ലെങ്കിൽ അഹൽത്തു ബി ഷുഫത്തി എന്ന് പറയുക. ഷുഫത്ത് കൊണ്ടാണ് ഉടമയാക്കി, ഷുഫത്ത് കൊണ്ട് ഞാൻ പിടിച്ചു. വാങ്ങിയാലമസമന അവർ ഈ ഷഫി വില അറിഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ ഒരു ശരിക്ക് വേറെ 3-ാം ദിവസത്തിന് വിൽക്കുമ്പോൾ എത്രക്കാണ് വിറ്റ് എന്നുള്ള കാര്യം ഈ പിടിക്കുന്ന ആൾ അറിഞ്ഞിരിക്കുകയും വേണം. വയുസ്തർത്തു ഷർത്താക്കപ്പെടുമായ ദാലിക്ക അതോടുകൂടി, അഥവാ ഷഫിയിൽ നിന്ന് ലഫ്ദ് ഉണ്ടാകണം, വില അറിഞ്ഞിരിക്കുകയും വേണം എന്നതിൻ്റെ കൂടെ ഷർത്താക്കപ്പെടും. ഇമ്മാ തസ്ലീമുൽ ഇവദി ഒന്നുകിൽ ആ മുസ്തരി എത്ര പൈസക്കാണോ മറ്റേ ശരീക്കിൻ്റെയൊക്കെ ഒന്ന് വാങ്ങിയെങ്കിൽ ആ ഇവദിനെ ഏൽപ്പിച്ചു കൊടുക്കണം. വലിയ മുസ്തരിയെ കണ്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഒന്നുകിൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തപ്പം പൈതാ തസല്ലമഹു മുസ്തരി ആ ഇവദ് ഏറ്റെടുത്തു. ഔ അൽസമഹുൽ കാളി തസല്ലുമാരെ ഓൻ ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നപ്പം കാലിയാർ അവനെ കൊണ്ട് നിർബന്ധിച്ച് ഏറ്റെടുപ്പിച്ചു. എപ്പോഴാണ് കാലിയാർ നിർബന്ധിച്ച് ഏറ്റെടുപ്പിച്ചത്? ഇനിയും തന്നെ ആ മുസ്തരി വിലങ്ങി നിന്നപ്പോൾ മിൻഹു ഈ ഷരീക്ക് ഷഫീഖ് കൊടുത്തതായിരിക്കുന്ന ഇവത് സ്വീകരിക്കുന്നതോട് വിലങ്ങിയപ്പം കാലിയാർ നിർബന്ധിച്ചു. അല്ലെങ്കിൽ കാലിയാർ വാങ്ങി അൻഹു ഈ മുസ്തരിയെ തൊട്ട് വാങ്ങി. കമാസാദുഹു ഫി റൗദയിൽ അങ്ങനെ കബലൽ കാലി എന്നുള്ളതിനെ കുൽത്തു അള്ളാഹുല മിട്ടുങ്ങ യാസിയാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പിന്നെ ഇവതിനങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. ആ ഏൽപ്പിച്ച് കൊടുത്താൽ ഒന്നുകിൽ അവനെ ഏറ്റെടുത്ത്, അല്ലെങ്കിൽ കാലിയാർ അവനെ കൊണ്ട് മുസ്തരിയെ കൊണ്ട് നിർബന്ധിപ്പിച്ചു, അല്ലെങ്കിൽ കാലിയാർ അവനെ വാങ്ങി വെച്ചു. ഈ 3 കോലത്തിലും മലക്ക ഷഫീവോ ഷുഫത്ത് കൊണ്ട് പിടിക്കുന്ന ശരീക്ക് ഉടമയാക്കും. അശിക്സ മറ്റേ ശരീക്കിനേക്കുള്ളതായിരിക്കുന്ന വിധത്തിനെ ഈ മുസ്തരിയിൽ നിന്ന് മിൽക്കാക്കും. അപ്പോൾ ഇമ്മാരിതൽ മുസ്തരി എൻ്റെ വിലത്ത് ഇമ്മാ തസ്ലീമുൽ ഇവദിൻ്റെ മേലെ. അപ്പം ലഫ്ദ് വേണം, വില എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം എന്നതിൻ്റെ പുറത്ത് ഒന്നുകിൽ ഇവദിനെ ഏൽപ്പിച്ചു കൊടുക്കണം,
ഔരിള അല്ലെങ്കിൽ വൈമാരിതൽ മുസ്തിരി അല്ലെ മുസ്തിരിക്ക് തൃപ്തി ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് തൃപ്തി ഉണ്ടാകണം? ബി കൗലിൽ ഇവതി, ആ ഇവത് എനിക്ക് കിട്ടേണ്ട ഇവതായിക്കോട്ടെ, ഫീ ദിമ്മത്തിഹി, ഈ ഷഫീൻ്റെ ദിമ്മത്തിലായിക്കോട്ടെ, തന്നാൽ മതി എന്നിങ്ങനെ തൃപ്തിപ്പെടുക വേണം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك ربنا تقبل منا إنك أنت السميع العليم. السلام عليكم ورحمة الله.